Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2023 NEET examination എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഗവൺമെൻറ് സീറ്റുകൾ മാറ്റി നിർത്തിയിട്ട് എല്ലാ സ്റ്റേറ്റിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 15% സീറ്റിലേക്ക് അഡ്മിഷന് എലിജിബിലിറ്റി നീറ്റ് എക്സാമിനേഷൻ്റെ മാർക്കിനെയും റാങ്കിനെയും ബേസ് ചെയ്ത് തന്നെയാണ് ലഭിക്കുക. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കേണ്ട 100 സീറ്റുകളിൽ 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൗൺസിലും ബാക്കി 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷനുമാണ്. ഈ 85% സീറ്റിൽ 15% സീറ്റ് എന്ന് പറയുന്നത് അതർ സ്റ്റേറ്റുകളിലെ കുട്ടികൾക്കും എലിജിബിലിറ്റി ഉള്ളതാണ്. കേരളത്തിലെ 15% സീറ്റ് അതർ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി ലഭിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 15% സീറ്റിൽ നമുക്കും എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്റ്റേറ്റിലെ തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ യു പിയിലെയോ ഏത് സ്റ്റേറ്റിലെയും ആവട്ടെ, ഏത് സ്റ്റേറ്റിലെയും 15% പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സീറ്റിലേക്ക് നമുക്ക് എലിജിബിലിറ്റി നേടണമെങ്കിൽ അതാത് സ്റ്റേറ്റിൻ്റെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യണം. അത് ഓരോ സ്റ്റേറ്റിൻ്റെയും വെബ്സൈറ്റിലൂടെയാണ് നാം ചെയ്യേണ്ടത്. അത് എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് നാം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായ ഡേറ്റുകൾ മനസ്സിലാക്കി ഓരോ വിദ്യാർത്ഥിയും പേരൻറ്റും അത് കൃത്യമായ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുകയും വേണം. ഈ സമയത്തൊക്കെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് എത്തിക്കുവാൻ ആൽഫയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഹെൽപ്പാവുന്ന രീതിയിൽ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിതൊക്കെ കൃത്യമായി ലഭിക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റിലെ 15% പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ സീറ്റിലേക്ക് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം എത്തിയിരിക്കുന്നു. ജൂലൈ 10 ലാസ്റ്റ് ഡേറ്റ്, വൈകുന്നേരം 5 മണി വരെ മാത്രം. നാം അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് tnmedicalselection.net. ഈ വെബ്സൈറ്റിലൂടെ ജൂലൈ 10 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വേണം എലിജിബിലിറ്റി നേടിയെടുക്കാൻ. അപ്പോൾ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസുകൾ എത്രയാണെന്ന് മനസ്സിലാക്കി വേണം നാം ഓരോ കോളേജിലും അഡ്മിഷൻ കൊടുക്കുവാൻ. നമുക്കറിയാം, കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 7 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം 8.5 ലക്ഷം രൂപയൊക്കെയാണ് ഫീസുകൾ വരുന്നതെങ്കിൽ തമിഴ്നാട്ടിലും ഇതേപോലെ 8 ലക്ഷവും 10 ലക്ഷവും 12 ലക്ഷവും രൂപയൊക്കെ വരുന്ന കോളേജുകളുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ തമിഴ്നാട്ടിലെ ഓരോ കോളേജിൻ്റെയും ഫീസുകൾ എത്ര, ആ കോളേജുകളുടെ നിലവാരം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി വേണം തമിഴ്നാട്ടിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് നാം അഡ്മിഷൻ സെലക്ഷന് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആ ഓർഡറിൽ നാം കൊടുക്കുകയും വേണം. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ 15% NRI സീറ്റിലേക്കും നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇതിനോടൊപ്പം തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായ CMC വെല്ലൂരിൻ്റെ മെഡിക്കൽ കോളേജിൽ ആ ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഡിസിപ്ലിനോടൊപ്പം 50,000 റുപ്പീസ് മാത്രമാണ് ഫീസ് വരുന്നത്. ഈ ക്യാമ്പസിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനും നാം ചെയ്യേണ്ടത് തമിഴ്നാട് വെബ്സൈറ്റിൻ്റെ ഈ സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എലിജിബിലിറ്റി നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ തമിഴ്നാടിൻ്റെ CMC വെല്ലൂരിൻ്റെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതിനായി എല്ലാ വിദ്യാർത്ഥികളും നേരത്തെ തന്നെ വെല്ലൂരിൻ്റെ സൈറ്റിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്ത വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കുവാൻ, അഡ്മിഷനുള്ള എലിജിബിലിറ്റി നേടുവാൻ ഈ തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ ജൂലൈ 10 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എലിജിബിലിറ്റി നാം നേടിയെടുക്കണം. ഇതിന് എലിജിബിലിറ്റി നേടാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. ഇങ്ങനെ 1000 റുപ്പീസ് ആപ്ലിക്കേഷൻ ഫീ സബ്മിറ്റ് ചെയ്ത് ജൂലൈ 10 മുമ്പായി നമ്മുടെ എൻട്രി എല്ലാം ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തമിഴ്നാട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ 1 lakh റുപ്പീസ് ഫീസ് അടച്ചു വേണം അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുവാൻ. അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഓൾ ഇന്ത്യയുടെ ആണെങ്കിലും സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് പോലെ തന്നെ 4 അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലൂടെയാണ്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, മോപ്പപ്പ് റൗണ്ട്, സ്ട്രേ വേക്കൻസി, ഇങ്ങനെ ഈ 4 അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലൂടെ തന്നെയാണ് തമിഴ്നാടിൻ്റെയും അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം
കൃത്യമായി നടക്കുന്ന സമയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കൃത്യമായ ഓരോ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലും നമുക്ക് വേണ്ട കോളേജുകളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു അലോട്ട്മെന്റ് ലഭിച്ചാൽ അതിനുവേണ്ട ഫീസുകൾ കൃത്യമായിട്ട് അടച്ചുകൊണ്ട് നമുക്ക് അതിനുവേണ്ട ഡോക്യുമെന്റ്സുകളൊക്കെ കൃത്യമായി കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് വേണം നാം തമിഴ്നാടിൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 15% സീറ്റിലേക്കോ അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ NRIയുടെ 15% സീറ്റിലേക്കോ ഇതിനോടൊപ്പം അവിടുത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ പോലും 50,000 റുപ്പീസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആ കോളേജിന്റെ 35% സീറ്റാണ് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനോ ഏതുമാവട്ടെ നാം തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിലൂടെ എലിജിബിലിറ്റി നേടിയെടുക്കണം, അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കണം. ഇങ്ങനെ നമുക്ക് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഇന്ത്യ മുഴുവനുള്ള ഏത് സ്റ്റേറ്റിലെയും കോളേജുകളുടെ എലിജിബിലിറ്റി നേടാനുള്ള അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കുക. ഇതിനോടൊപ്പം നമുക്കറിയാം ഒരു ഗവൺമെന്റ് സെക്ടറിലൊക്കെ MBBS പഠിക്കണമെങ്കിൽ 25,000 റുപ്പീസ് മാത്രമാണ് ഫീസ്. അത് തന്നെ ഇനി ഗവൺമെന്റ് സെക്ടറിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളായ എയിംസിലും AFMസിലും ജിപ്മറിലും ഒക്കെ പഠിക്കണമെങ്കിൽ 1,000 റുപ്പീസോ 4,000 റുപ്പീസൊക്കെ മാത്രമാണ് ആനുവൽ ഫീസ് വരുന്നത്. ആ സ്ഥാനത്താണ് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, അല്ലെങ്കിൽ ഒരു NRI സീറ്റ് ആണെങ്കിൽ 15 ലക്ഷം രൂപയും, ഡീംഡ് കോളേജുകളാണെങ്കിൽ 25 lakhs റുപ്പീസും ഒക്കെ നാം കൊടുത്ത് പഠിക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ 25 lakhs റുപ്പീസ് പെർ ഇയർ, അതേപോലെ 20 lakhs റുപ്പീസ് പെർ ഇയർ ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലൂടെ ഞാൻ മുന്നോട്ട് പഠിക്കണോ, അതോ എനിക്ക് നല്ല രീതിയിൽ ഒന്നും കൂടെ പഠിച്ചാൽ ഒരു ഗവൺമെന്റ് സീറ്റിൽ 1000 രൂപയ്ക്കും 4,000 റുപ്പീസിനും 5,000 റുപ്പീസിനോ 25,000 ഒക്കെ പഠിക്കാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളിലേക്കും സീറ്റുകളിലേക്കും കോളേജുകളിലേക്കും ഒരു എലിജിബിലിറ്റി നേടാനും ഒക്കെയാണോ മനസ്സിൽ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ ഈ ഉയർന്ന ഫീസിലൂടെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് പഠിക്കുന്നതിന് പകരം ഒരു ഗവൺമെന്റ് സീറ്റിനെ ടാർഗറ്റ് ചെയ്ത് ഒരു 1 ഇയർ കോഴ്സിലൂടെ നമുക്ക് പഠിക്കാം. റിപ്പീറ്റർ ബാച്ചിലൂടെ, റിപ്പീറ്റർ ബാച്ചിലൂടെ നമുക്ക് കൊടുക്കുന്ന ആൽഫ അക്കാഡമി കൊടുക്കുന്ന കഴിഞ്ഞ 23 വർഷമായി വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി നിങ്ങൾക്ക് പഠിക്കാം. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും നല്ല ക്യാമ്പസ് ഫെസിലിറ്റിയാണ്, ഏറ്റവും നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ്, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കെയറിംഗ് ആണ്, കുട്ടികളെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന സ്റ്റഡി മെത്തേഡ്സുകളാണ്. ഇതിൻ്റെയൊക്കെ പാർട്ടായി പഠിച്ച് റിപ്പീറ്റർ ബാച്ചിലോ റിപ്പീറ്റർ ബാച്ചിൻ്റെയോ സ്പെഷ്യൽ ട്രെയിനിങ് കോഴ്സിലേക്ക് പഠിച്ച് വിജയിക്കാനുള്ള വിദ്യാർത്ഥികളാക്കി മാറാം. നമുക്ക് ഏത് സ്ട്രീം എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം, എത്ര ഫീസിൽ പഠിക്കണം, ഇതൊക്കെ ചിന്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അത് ഏത് ഘട്ടത്തിലുമാവട്ടെ, ഏത് സെലക്ഷനിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ മെത്തേഡുകളുമാവട്ടെ, നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം ഒരു കയ്യെത്തും ദൂരത്ത് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നേരിട്ട് വരാം, വിളിക്കാം. നിങ്ങളോടൊപ്പം വിജയം വരെയും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.